കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുക. ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-ന്, രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-ന്, ഡിസംബർ 13-ന് വോട്ടെണ്ണൽ എന്നുള്ള തീയതികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒന്നാം ഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളാണ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഒന്നാം ഘട്ടം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ രണ്ടാം ഘട്ടം ഡിസംബർ 11-നും നടക്കും. ഡിസംബർ 13-ന് വോട്ടെണ്ണൽ. സാധാരണഗതിയിൽ ഒരു ഘട്ടമായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാറുള്ളത്. 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഡീലിമിറ്റേഷന് ശേഷമുള്ള തിരഞ്ഞെടുപ്പാണ്. കൂടുതൽ വാർഡുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. ആകെ തദ്ദേശ സ്ഥാപനങ്ങൾ 1200 അതിൽ മട്ടന്നൂർ ഒഴികെയുള്ള 1199 ഇടങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുക എന്നത് കമ്മീഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. മട്ടന്നൂർ ഒഴികെ 1199 വാർഡുകളിലേക്കാണ് 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. 23576 വാർഡുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. മാർഷൽ വി സെബാസ്റ്റ്യൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. മാർഷൽ, 29-ാം ദിനം വോട്ടെടുപ്പ്. തീർച്ചയായിട്ടും മാധു, അതായത് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന തെക്കൻ ജില്ലകളിലാണ് 29-ാം ദിനം വോട്ടെടുപ്പ് വരുന്നത്. വടക്കൻ ജില്ലകൾക്ക് 1 മാസം കൃത്യമായ പ്രചരണത്തിന് വേണ്ടി ലഭിക്കും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ കോവിഡ് കാലഘട്ടമായതിനാൽ തന്നെ 3 ഘട്ടമായിട്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നതെങ്കിൽ ഇത്തവണ 2 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ഉദ്യോഗസ്ഥരുടെ അഭാവം, അതോടൊപ്പം തന്നെ കാലാവസ്ഥയിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2 ഘട്ടമായി നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രണ്ടാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസത്തെ ഇടവേള, അതിനുശേഷം തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം എന്നുള്ളതാണ്. അതായത് വളരെ കൃത്യമായ രീതിയിൽ ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. അതനുസരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 7 ജില്ലകൾ വീതമുള്ള 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ട് സർക്കാർ പെരുമാറ്റച്ചട്ടത്തിന് മുമ്പ് തന്നെ മറ്റു പദ്ധതികളെല്ലാം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കോർപ്പറേഷൻ, അതായത് മട്ടന്നൂരിൽ മാത്രമാണ് 2027 നടക്കേണ്ട. അവിടെ ഉൾപ്പെടെ സംസ്ഥാനത്ത് മുഴുവൻ തന്നെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇനിയും നിരീക്ഷിക്കേണ്ടി വരിക. ഇത്തവണ ഏറെ പ്രത്യേകമായ കാര്യം, മാധ്യമങ്ങൾക്ക് വരെ നിരീക്ഷണമുണ്ട് എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രചരണങ്ങൾ പാടില്ല എന്നുള്ളൊരു ചട്ടം കൂടി ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, തീയതികൾ സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ നൽകുന്നതോടൊപ്പം തന്നെ ഇതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള സമയവും തെരഞ്ഞെടുപ്പ് പാർട്ടികൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും അത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് തന്നെ വളരെ ആവേശകരമായ രീതിയിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പിനായിരിക്കും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വേദിയാകുക എന്നുള്ളതാണ്. പുതിയ സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ വോട്ടെടുപ്പിൻ്റെ സമയക്രമം എന്നിവയിലെല്ലാം തന്നെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാധു, മാർഷൽ വി സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മാർഷൽ, ഇപ്പോൾ 29 ദിനം അത് കഴിഞ്ഞാൽ 1-ാം ഘട്ട വോട്ടെടുപ്പ് തുടങ്ങുകയാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകളും പ്രചാരണവും എല്ലാം മുന്നണികളെല്ലാം സജീവമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അടക്കം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. ഇനി എത്രത്തോളം വേഗത്തിലായിരിക്കും മുന്നണികളുടെ ഒരു നടപടികളും തയ്യാറെടുപ്പുകളും ഒക്കെ? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിജ്ഞാപനം അതനുസരിച്ച് നവംബർ 14 മുതലാണ് ഇത് വേണ്ടിവരുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 21. അതോടൊപ്പം തന്നെ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22 നടക്കും. സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24. അതായത് ഈ മാസം 24 കൊണ്ട് തന്നെ ഏകദേശ ചിത്രം, തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഉണ്ടാകുന്ന ചിത്രം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള സമയവും എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ലഭിക്കുന്നുണ്ട്, മുന്നണികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ പലയിടങ്ങളിലും കോർപ്പറേഷനുകളെല്ലാം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണത്തിലേക്ക് കടന്നിരിക്കുന്നു. LDF ഇന്ന് തിരുവനന്തപുരം നഗരസഭ ഉൾപ്പെടെയുള്ളിടത്ത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള സമയം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് സംസ്ഥാനം കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പിൽ ആവശ്യമുള്ള പക്ഷം ജില്ലയിൽ വോട്ടെടുപ്പ് നടത്തുന്ന തീയതി എന്നാണ്. അതായത് സ്വാഭാവികമായിട്ടും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം തെരഞ്ഞെടുപ്പ് സമയമായിട്ട്
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി എന്നീ ജില്ലകളിലാണ് ഡിസംബർ 9 ചൊവ്വാഴ്ച രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വോട്ടെടുപ്പ് നടക്കുക. അതോടൊപ്പം തന്നെ തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 2025 ഡിസംബർ 11 വ്യാഴാഴ്ചയാണ് രാവിലെ 7 മണി മുതൽ വൈകുന്നേരം വരെ 6 മണി വരെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. വോട്ടെണ്ണുള്ള തീയതി ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം 13 ശനിയാഴ്ചയായിരിക്കും. പുതിയ കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് ഡിസംബർ 18, അതായത് ഡിസംബർ 20 മുമ്പ് തന്നെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും കാലാവധി പൂർത്തിയാക്കിക്കൊണ്ട് അധികാരത്തിലേറണം എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മാസം നീണ്ടു നിൽക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കാണ് ഇന്നു മുതൽ തുടക്കമായിരിക്കുന്നത്. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ ഇന്നു മുതൽ രാഷ്ട്രീയ പാർട്ടികൾ അതോടൊപ്പം തന്നെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളൊന്നും തന്നെ പെരുമാറ്റച്ചട്ടത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല മുന്നറിയിപ്പും വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചൂടിലേക്ക് കേരളം മാറുന്നുവെന്നാണ് മാധു നമ്മൾ മനസ്സിലാക്കുന്നത്. മാസ്റ്റർ, അതിനോടൊപ്പം തന്നെ ആവേശകരമായ മത്സരങ്ങൾ നടക്കുന്ന ഇടമുണ്ട്. തിരുവനന്തപുരം സാധാരണഗതിയിൽ LDF-ന്റെ കുത്തക എന്ന നിലയ്ക്ക് നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇപ്പം ശരി, പ്രതിപക്ഷം BJP ആണ്. UDF-ന്റെ നിലവിലത്തെ സീറ്റ് നിലയും LDF-ന്റെ സീറ്റ് നിലയും തമ്മിൽ കമ്പയർ ചെയ്യാൻ കഴിയില്ല. പക്ഷെ അവിടെ ഈ പറയുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമൊക്കെയായി വളരെ സജീവമായി ഞങ്ങളാണ് ഇത്തവണ ഏറ്റവും പ്രധാനപ്പെട്ട പോരാളികൾ എന്ന നിലയ്ക്ക് കോൺഗ്രസ് ഒരു പ്രഖ്യാപനം നടത്തുകയും പ്രധാനപ്പെട്ട നേതാക്കളെ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതൊരു സ്വാഭാവികമായ ഒരു സ്വാധീനമാണല്ലോ. അങ്ങനെ എവിടെയൊക്കെ ശക്തമായ മത്സരമുണ്ടാകും ഇത്തവണ? സാധാരണഗതിയിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ 941 ഗ്രാമപഞ്ചായത്തുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ LDF-നാണ് എപ്പോഴും മേൽക്കൈ ഉണ്ടാകുക. എന്നാൽ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കണം എന്നില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. കഴിഞ്ഞ തവണയും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് മേൽക്കൈ ഉണ്ടായിരുന്നു. 6 കോർപ്പറേഷനിൽ 5 കോർപ്പറേഷനും ഭരിക്കുവാൻ വേണ്ടി LDF-ന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെ ആയിരിക്കില്ല. കാരണം ഡീലിമിറ്റേഷൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് UDF ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പ്രചരണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 വട്ടം UDF LDF എന്നുള്ള ഒരു ചട്ടം മറികടന്നുകൊണ്ടാണ് തുടർച്ചയായ ഭരണം നിയമസഭയിൽ LDF-ന് ലഭിച്ചത്. അത് സ്വാഭാവികമായിട്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിലും ബാധിച്ചിട്ടുണ്ട്. എന്നാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് അപ്പുറത്തേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് പ്രാദേശികമായ വികസന രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വോട്ടെടുപ്പാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ വോട്ടുകൾ സമാഹരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രചരണത്തിന് വേണ്ടിയുള്ള തീയതി നേരത്തെ കുറിക്കുക എന്നുള്ളതാണ്. അതിൽ UDF-ന് മേൽക്കൈ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയേണ്ടത്. കാരണം LDF-ന്റെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ BJP വളരെ മൂന്നാം ശക്തിയായിട്ട് വളരെ ശക്തമായ രീതിയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഓരോ ഘട്ടങ്ങളിലേക്കും കഴിഞ്ഞ 15 വർഷത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വോട്ടിംഗ് ശതമാനം ഉയർത്തിക്കൊണ്ടാണ് NDA അഥവാ BJP മുന്നണി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം നഗരസഭയിൽ അവർ പ്രതിപക്ഷത്തേക്ക് 33 സീറ്റോടുകൂടി അവർ പ്രതിപക്ഷത്തേക്ക് എത്തുന്ന കാഴ്ച കണ്ടു. UDF-ന് ഇവിടെ തകർച്ചയായിരുന്നു. എന്നാൽ ഇത്തവണ അത് മറികടക്കാൻ വേണ്ടി UDF ആദ്യമേ തന്നെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തലസ്ഥാന ജില്ല പിടിക്കുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമായും BJP നേതൃത്വം ഇവിടെ ശ്രദ്ധിക്കുന്നത്. BJP കോർപ്പറേഷനിലെ തൃശൂർ കോർപ്പറേഷനിലെ ശക്തമായിട്ടുള്ള സാന്നിധ്യം തെളിയിക്കുവാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്